നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. സമഗ്ര ശിക്ഷ കേരളം സ്റ്റാൾസ് വാർഷിക പദ്ധതിയുടെ ഭാഗമായി കൊടകര BRC പരിധിയിലെ GLPS മറ്റത്തൂർ വിദ്യാലയത്തിൽ നടപ്പിലാക്കിയ ഡീപ് പദ്ധതി ആരംഭിച്ചു. ഉത്തരവ് പ്രകാരം നാടുകടത്തൽ ഉത്തരവ് ലംഘിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ കൊടകര പോലീസ് പിടികൂടി. ചിമ്മിനി ഡാമിൽ വൈദ്യുതി കമ്പിയിൽ വീണ മരം മുറിച്ചു നീക്കുന്നതിനിടെ മരത്തടി ദേഹത്ത് വീണ് തൊഴിലാളി മരിച്ചു. കുടുംബശ്രീ സംസ്ഥാന മിഷൻ നടപ്പിലാക്കുന്ന ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള CDS ADS തല പരിശീലനം ചാലക്കുടി നഗരസഭയിൽ പൂർത്തിയായി. G20 പാർട്ടിയുടെ കൊരട്ടി പഞ്ചായത്ത് ഏരിയ കൺവെൻഷൻ നടത്തി. വാർത്തകൾ വിശദമായി. സമഗ്ര ശിക്ഷ കേരളം സ്റ്റാൾസ് വാർഷിക പദ്ധതിയുടെ ഭാഗമായി കൊടകര BRC പരിധിയിലെ GLPS മറ്റത്തൂർ വിദ്യാലയത്തിൽ നടപ്പിലാക്കിയ ഡീപ് പദ്ധതി ആരംഭിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ സൌകര്യങ്ങൾ പ്രീ പ്രൈമറി തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് കൂടി നൽകുന്ന പദ്ധതിയാണ് ഡീപ്. 50,000 രൂപ ചിലവിൽ കുട്ടികൾക്കായി ക്ലാസിൽ സ്മാർട്ട് TV, ടാബ്ലറ്റ്, ശബ്ദ സംവിധാനം, വോയിസ് റെക്കോർഡർ, പെൻഡ്രൈവ് എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി നൽകിയത്. കൊടകര BRCയിലെ CRC KK സൗമ്യ പദ്ധതി വിശദീകരണം നടത്തി. PTA പ്രസിഡന്റ് TR രാഗേഷ് അധ്യക്ഷനായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈബി സജി, ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈനി ബാബു, സ്കൂൾ പ്രധാനാധ്യാപിക TM ശകുന്തള, MPTA പ്രസിഡന്റ് സ്വാതി സനീഷ്, SMC ചെയർപേഴ്സൺ ഷിബി സുബ്രഹ്മണ്യൻ, പ്രീ പ്രൈമറി അധ്യാപിക MS ചിന്താമണി എന്നിവർ സംസാരിച്ചു. കാപ്പ ഉത്തരവ് പ്രകാരം നാടുകടത്തൽ ഉത്തരവ് ലംഘിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ കൊടകര പോലീസ് പിടികൂടി. നെല്ലായി ആലത്തൂർ സ്വദേശി കുറുവത്ത് വീട്ടിൽ 24 വയസ്സുള്ള ആദർശനെയാണ് കൊടകര പോലീസ് പിടികൂടിയത്. ആദർശ് കൊടകര പോലീസ് സ്റ്റേഷനിൽ വധശ്രമം, വീട് കയറി ആക്രമണം, അടിപിടി എന്നിങ്ങനെയുള്ള 12 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ദാസ് PK, സബ് ഇൻസ്പെക്ടർ ഡെന്നി CD, ASIമാരായ ബിനു പൌലോസ്, ജ്യോതിലക്ഷ്മി, ആഷ്ലിൻ, SCPOമാരായ പ്രദീപ്, പ്രതീഷ്, രജീഷ്, സഹദ് എന്നിവർ ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. ആദർശിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ചിമ്മിനി ഡാമിൽ വൈദ്യുതി കമ്പിയിൽ വീണ മരം മുറിച്ചു നീക്കുന്നതിനിടെ മരത്തടി ദേഹത്ത് വീണ് തൊഴിലാളി മരിച്ചു. എച്ചിപ്പാറ ചക്കുങ്ങൽ വീട്ടിൽ ഖാദറാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 11:15ഓടെയായിരുന്നു അപകടം. മരം കമ്പിയിൽ വീണ് താഴ്ന്നതോടെ മേശയിൽ കയറി നിന്ന് മുറിച്ചു മാറ്റിയ ശേഷം ഇറങ്ങുന്നതിനിടെ കമ്പിയിൽ കുടുങ്ങി നിന്ന തടി ഖാദറിന്റെ തലയിൽ വന്നിടിക്കുകയായിരുന്നു. ഉടൻ തന്നെ സ്ഥലത്തുണ്ടായിരുന്ന വനം വകുപ്പിന്റെ ജീപ്പിൽ വേലുപ്പാടത്തെ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2 ദിവസം മുൻപുണ്ടായ ശക്തമായ കാറ്റിലാണ് മരം കടപുഴകി വൈദ്യുതി കമ്പിയിൽ വീണത്. ഡാമിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഭാഗത്താണ് മരമുണ്ടായിരുന്നത്. കുടുംബശ്രീ CDSകളെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 18 നഗര CDSകളിൽ കുടുംബശ്രീ സംസ്ഥാന മിഷൻ നടപ്പിലാക്കുന്ന ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള CDS ADS തല പരിശീലനം ചാലക്കുടി നഗരസഭയിൽ പൂർത്തിയായി. 36 അംഗ CDS ഭരണസമിതി അംഗങ്ങൾക്കും 396 അംഗങ്ങൾ ഉൾപ്പെടുന്ന ADS ഭരണസമിതിക്കുമാണ് പരിശീലനം നൽകിയത്. CDS ഭരണസമിതി അംഗങ്ങൾക്ക് 3 ദിവസം നെടുമ്പാശ്ശേരിയിലായിരുന്നു പരിശീലനം. 36 വാർഡ് തല ADS കമ്മിറ്റി അംഗങ്ങൾക്ക് ദ്വിദിന പരിശീലനം ചാലക്കുടിയിലും പൂർത്തിയാക്കി. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു. സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ബീന ആനമങ്ങാട് ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ച് വിശദീകരിച്ചു. കുടുംബശ്രീ സംസ്ഥാനതല പരിശീലന ടീം അംഗങ്ങളായ സിന്ധു കണ്ണൂർ, കുമാരി കോട്ടയം എന്നിവർ നേതൃത്വം നൽകി. CDS ചെയർപേഴ്സൺ സുബി ഷാജി സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ ജോമോൾ ബാബു നന്ദിയും പറഞ്ഞു. ഉപസമിതി കൺവീനർമാർ, ഇന്റേണൽ റിസോഴ്സ് ഗ്രൂപ്പ് അംഗങ്ങൾ, അക്കൌണ്ടന്റ്, മെമ്പർ സെക്രട്ടറി, സിറ്റി മിഷൻ മാനേജർ എന്നിവർ പങ്കെടുത്തു. പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിന് എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറുതെങ്കിലുമുള്ള കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നതിന് പൂർണ്ണമായും കുടുംബശ്രീയെ ചലിപ്പിക്കുന്നതിന്
പരിപാടി നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനത്തെ സെഷനാണ്. അവസാനത്തെ 6 വാർഡുകളിലെ ഭരണസമിതി അംഗങ്ങൾക്ക് വേണ്ടി ഇന്നും നാളെയുമായിട്ട് ഇവിടെ നടക്കുന്നത്. പറപ്പൂക്കര പഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന സൗജന്യ ഔഷധ കഞ്ഞി വിതരണം നന്ദിക്കര ജനകീയ ഹോട്ടലിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 22 വരെയാണ് രാവിലെ 10 മുതൽ കഞ്ഞി വിതരണം ചെയ്യുന്നത്. ഉദ്ഘാടന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NM പുഷ്പാകരൻ, പഞ്ചായത്ത് സെക്രട്ടറി നിധിൻ, അസിസ്റ്റന്റ് സെക്രട്ടറി വിജയൻ എന്നിവർ സംസാരിച്ചു. രോഗപ്രതിരോധ ശേഷി ഒരു വർഷത്തേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി പൊതുവിൽ കരുതുന്ന തരത്തിൽ ഔഷധക്കഞ്ഞി നമ്മൾ മുടങ്ങാതെ നടത്തണമെന്ന് നേരത്തെ തീരുമാനിച്ചു. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി 2020 പാർട്ടിയുടെ കൊരട്ടി പഞ്ചായത്ത് ഏരിയ കൺവെൻഷൻ നടത്തി. ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. കൊരട്ടി പഞ്ചായത്ത് കോർഡിനേറ്റർ VO തോമസ് അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി നിയോജക മണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബോണി വെളിയത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ആന്റണി പുളിക്കൻ, ജോൺസൺ, ബൈജു VV, അഡ്വക്കേറ്റ് ഹരികൃഷ്ണൻ, മാത്യൂസ് പാപ്പി, ME ഫ്രാൻസിസ്, ബീന ജോൺസൺ, PD വർഗീസ്, സ്റ്റീഫൻ AK, പ്രദീപ് മഞ്ഞളി, ജിത്തു മാധവ്, മേരി ജോസഫ്, ലീന ജോൺ, പുഷ്പ തോമസ്, അർജുനൻ MV, ഷീജ ജോയ്, ലീല സേവ്യർ എന്നിവർ പ്രസംഗിച്ചു. ഒരു വർഷം മുന്നേ നടന്ന പാർലമെന്റ് ഇലക്ഷനിൽ നമുക്ക് കിട്ടിയത്. ഓരോ വാർഡിലും നോക്കുകയാണെങ്കിൽ 10-15% വോട്ടുകളാണ് നമുക്ക് കിട്ടിയോണ്ടിരുന്നത്. ആ സമയത്ത് നമുക്ക് പ്രവർത്തകരെ കുറിച്ച് അഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കൊറട്ടിയെ സംബന്ധിച്ച് നല്ലൊരു ടീം നമ്മുടെ തോമസ് ചേട്ടനുണ്ട്, ബോണി ചേട്ടൻ, യുവാക്കളുടെ പ്രതിനിധിയുടെ ഹരികൃഷ്ണൻ, അങ്ങനെ ഓരോരുത്തർ പേര് പറയുന്നില്ല. ചാലക്കുടി ടൗൺ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ധനസഹായവും നടത്തി. ചാലക്കുടി ടൗൺ NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വിദ്യാഭ്യാസ എൻഡോവ്മെന്റും ധനസഹായ വിതരണവും നടത്തിയത്. ചാലക്കുടി ടൗൺ NSS കരയോഗം ഹാളിൽ വെച്ച് കരയോഗം പ്രസിഡന്റ് I സദാനന്ദൻ അധ്യക്ഷനായി. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് B ഗീത ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി നഗരസഭ വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് എൻഡോവ്മെന്റ് വിതരണവും കരയോഗത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ധനസഹായവും വിതരണം ചെയ്തു. വാർഡ് കൌൺസിലർ ബിന്ദു ശശികുമാർ, കരയോഗം സെക്രട്ടറി KB മുരളീധരൻ, വനിതാ സമാജം സെക്രട്ടറി ഗീത ബാഹുലേയൻ, അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, വിജയകുമാരൻ മാസ്റ്റർ, PD നാരായണൻ, ഗോപാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ എൻഡോവ്മെന്റ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷവും അത് തുടർന്നുകൂടാൻ നടത്തുന്നത് വളരെ സന്തോഷം. ഈ നടത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നടത്താൻ സാധിക്കണം എന്നുള്ള പ്രതീക്ഷ നമ്മളെല്ലാവരും കൊടുക്കണം. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താ പറയാതെ സ്വത്താണെങ്കിൽ പൈസയാണെങ്കിൽ എല്ലാം നമുക്ക് ഒരു കുറെ ഉണ്ടാക്കാൻ നമുക്ക് നഷ്ടം. ഇന്നത്തെ സ്വർണ്ണവില സ്വർണം ഗ്രാമിന് 9,160 രൂപ, പവന് 73,280 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് വാർഷിക പദ്ധതിയുടെ ഭാഗമായി കൊടകര BRC പരിധിയിലെ GLPS പത്തത്തൂർ വിദ്യാലയത്തിൽ നടപ്പിലാക്കിയ ടീച്ച് പദ്ധതി ആരംഭിച്ചു.
കുപ്രസിദ്ധ ഗുണ്ടയെ കൊടകര പോലീസ് പിടികൂടി. ചിമ്മിനി ഡാമിൽ വൈദ്യുതി കമ്പിയിൽ വീണ മരം മുറിച്ചു നീക്കുന്നതിനിടെ മരത്തടി ദേഹത്ത് വീണ് തൊഴിലാളി മരിച്ചു. കുടുംബശ്രീ സംസ്ഥാന മിഷൻ നടപ്പിലാക്കുന്ന ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള CDS ADS തല പരിശീലനം ചാലക്കുടി നഗരസഭയിൽ പൂർത്തിയായി. G20 പാർട്ടിയുടെ കൊരട്ടി പഞ്ചായത്ത് ഏരിയ കൺവെൻഷൻ നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.